ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേസ് മോട്ടോഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യമഹ FZSൻ്റെ ഫോർക്ക് റെസ്റ്റോറേഷനാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളതിൽ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ ഫസ്റ്റ് ഇതിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ആ വണ്ടിയുടെ ഫോർക്കൊക്കെ, ആ പഴയ ഫോർക്കൊക്കെ നമ്മളങ്ങ് റിമൂവ് ചെയ്ത് അത് ക്ലീൻ ചെയ്യുന്നതാണ് അതിൻ്റെ ആദ്യത്തെ സെക്ഷൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോவில் യമഹ FC அதாவது FZS ആണ്. അപ്പോൾ ആ வண்டிகளோட ஃபோர்க்கு பார்த்திங்கன்னா ஃப்ரண்ட் ஃபோர்க்கு ஆயில் எல்லாம் லீக்கேஜ் ആണ്. ആയിൽ ലീക്കേജ് ആയി സസ്പെൻസ് നല്ലപോലെ ആക്ഷൻ ആകலை. കസ്റ്റമർക്ക് കൈ ഭയങ്കര വേദന, പിന്നെ ഒരു സ്മൂത്ത് ഇല്ല, അങ്ങനെ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ ചെക്ക് பண்ணி നോക്കണപ്പോൾ இந்த ஆயில் பார்த்திங்களா, ஆயிலே இல்லை. இதில் 450 ml ஒரு சைடு ஒழிக்கணும். 450 ml ஆயில் காணும். പക്ഷേ ഇതിൽ ഒരു 50 മില്ലി ആയിൽ கூட இல்லை, எல்லாம் லீக்கேஜ் ஆகி போயிடுச்சு. காரணம் சம்பவம் அதில் ஸ்டெம்பு குழப்பெல்லாம் நல்லா இருந்தது. പക്ഷേ அதில் ஆயில் சீல் போயிருந்தது. அப்போ ஆயில் சீல் பிரச்சனத்தினால இந்த ஆயில் எல்லாம் லீக்கேஜ் ஆகி சஸ்பென்ஸ் குறைஞ்சி வண்டி ஓட்டிக்கு ஒரு சுகம் இல்லை. പിന്നെ ഫ്രണ്ടിൽ ഇത് ഡിസ്ക് ബ്രേക്ക് ഉള്ള മോഡലാണ്. അപ്പോൾ ഫ്രണ്ടിലുള്ള ഡിസ്ക് இந்த ஆயில் லீக்கேஜ் ஆகி டிஸ்க் பிரேக்கில் ஆயில் படுമ്പോൾ அதில் பிரேக்கும் இல்லாது போய், பிரேக்கு இல்லை. പിന്നെ மாஸ்டர் சிலிண்டரில் உள்ள அந்த MC கிட்டெல்லாம் போய், അപ്പോൾ ഡിസ്ക് ബ്രേക്കും ഇത് റീഅസംബിൾ ചെയ്യണം, ഫോർക്ക് റീഅസംബിൾ ചെയ്യണം. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പഴയ ഫോർക്കെല്ലാം കംപ്ലീറ്റ് നമ്മൾ പൊളിച്ച് அந்த பழைய ஆயிலெல்லாம் எடுத்து பெட்ரோலை வச்சு நல்ல வாஷ் பண்ணி அந்த ஸ்டெம்பெல்லாம் நம்மளுக்கு ரிமூவ் பண்ணி எல்லாம் வாஷ் பண்ணி புதிய ஆயில்ஸில் இட்டு நமக்கு ഫോർക്ക് അസംബിൾ ചെയ്ത്, പിന്നെ അതിൽ ഒരു സൈഡുക്ക് 450 ml ഫോർക്ക് ആയിൽ ഒഴിക്കണം. അപ്പോൾ 2 സൈഡും 900 ml ആയിൽ ആകും. അപ്പോൾ 2 സൈഡ് ആയിൽ ഒഴിച്ച് നമ്മളിതെല്ലാം പക്കാവാ ചെയ്തപ്പോൾ അത് ഓക്കെ ആയി. നല്ല ഫോർക്ക് നല്ല ആക്ഷൻ ഉണ്ട്. പിന്നെ അത് കൂട്ടത്തിൽ തന്നെ ഈ ഡിസ്കിലുള്ള കാലിപ്പർ അസംബ്ലി ക്ലീൻ ചെയ്ത്, പിന്നെ അതിലെ ഡിസ്ക് ബാഡ് മാറ്റി, പിന്നെ மேலே உள்ள MC கிட்டெல்லாம் க்ளீன் செய்து, அதில் பார்த்திங்கன்னா பயங்கர பொடிയാണ്. அந்த MC கிட்டில் உள்ள புதிய MC கிட்ட இட்டு ஆயில் லோடு பண்ணி ഡിസ്ക് ബ്രേക്ക് റെഡിയാക്കി നല്ല പക്കാവാ ഈ വണ്ടിയിലുള്ള ഫ്രണ്ടിലുള്ള പണിയെല്ലാം പക്കാവാ തീർത്തിട്ടുണ്ട്. അതിനുള്ള വീഡിയോ തന്നെ നമ്മളിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ பார்த்தால் മനസ്സിലാകും. അടുത്തടുത്ത വീഡിയോയിൽ ഇപ്പോൾ என்னென்ன ചെയ്യണമെന്ന് നമ്മൾ കാണാം. യമഹയുടെ ഒറിജിനൽ ആയിൽസിലാണ് 300 ഒറിജിനൽ ആയിൽസിലാണ്. യമഹയുടെ ആയിൽസിലാണ്. പഴയ ആയിൽസിൽ ഇതുപോലെ വരും. ഈ ആയിൽസിൽ ഈ റബ്ബറിൽ തേയ്മാനം ആകുമ്പോഴാണ് ആയിൽ ലീക്ക് ആകുന്നത്. അപ്പോൾ നമ്മൾ കമ്പനിയിൽ പോയിട്ട് ഒറിജിനൽ ആയിൽസിൽ വാങ്ങിയിട്ട് இதோட ப்ரைஸ் 300 ரூபா வருது. ரவுண்டாக போட்டிருக்காங்க பாருங்க. ஆக்கரி கடையில் போட்டால் ஒரு 10 பைசா கூட எடுக்க மாட்டாங்க. இது 300 ரூபா, ஒரு சாதனம் 300 ரூபா, பார்த்துக்கோங்க. അങ്ങനെ ഫോർക്കെല്ലാം ക്ലീൻ ചെയ്തു. ഇനി ഇതെല്ലാം റീഅസംബിൾ ചെയ്യുകയാണ്. അപ്പോൾ തുടർന്ന് നമുക്ക് അത് എങ്ങനെയെന്ന് കാണാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ വീഡിയോയൊക്കെ ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അതുമാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ കമൻസും ഞങ്ങൾക്ക് വേണം. നിങ്ങളുടെ കമൻസാണ് വീണ്ടും ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നത്. അതുകൊണ്ട് കാണുന്നവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കുക. കാരണം എത്ര പേര് ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ റെസ്പോൺസ് ഞങ്ങൾക്ക് വേണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് വീണ്ടും വീഡിയോ ചെയ്യുവാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായുള്ളൂ. ഞങ്ങളുടെ പഴയ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കയറി കാണണം കേട്ടോ.
മാസ്ട്രയുടെ എൻജിൻ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ ഹീറോ സ്പ്ലെൻഡർ രജിസ്ട്രേഷനൊക്കെ അതിൻ്റെയൊക്കെ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണണം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞങ്ങളോട് കമൻസിലൂടെ ചോദിക്കാവുന്നതാണ്. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് ഷെയർ ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. ഞങ്ങളുടെ ഈ വർക്ക്ഷോപ്പ് കാച്ചാണി കുന്നൂർ ശാലയിലാണ് ഉള്ളത്. എല്ലാ വാഹനങ്ങളുടെയും എൻജിൻ പണി ഞങ്ങൾ ചെയ്യുന്നതാണ്. എല്ലാ വർക്കുകളും മാക്സിമം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ₹150 160 சொல்லி போட்டாங்க. 150 தான் இருக்குண்டா. 160 போட்டிருக்காங்க. 150 தான் இருக்கு. அப்போ எவ்வளோ ஒரு கள்ளத்தனம் நடக்குங்க. ஆயில தட்டி விட்டுறாங்க. ഫുൾ വീഡിയോ ഞങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പിൽ കാണിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഈ വർക്കിൻ്റെ അടുത്ത സെക്ഷൻ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ ഞങ്ങൾക്ക് അയയ്ക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നത് വരെ ബായ്. നല്ല ടൈറ്റായി മതി.